നമസ്കാരം. പ്രധാന വാർത്തകൾ. നിപ പാലക്കാട് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. നിപ വ്യാപനം ഒഴിവാക്കാനുള്ള കർശന നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി. കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട തച്ചനാട്ടുകരയിലെ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുന്നു. ബിജെപിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രികളിലേക്ക് മാർച്ച്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മന്ത്രി തകർത്തെന്ന് നേതാക്കൾ. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെയും മാർച്ച്. പുതിയ ഗതാഗത പരിഷ്കാരം നടപ്പാക്കിയിട്ടും അങ്ങാടിപ്പുറം കുരുക്കിൽ തന്നെ. തിങ്കളാഴ്ചയും അനുഭവപ്പെട്ടത് വാഹനങ്ങളുടെ നീണ്ട നിര. ബസ്സുകളും ഭാരവാഹനങ്ങളും വരുന്നതോടെ കുരുക്കിന് അയവുണ്ടാകില്ലെന്ന് ആളുകൾ. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും അപകടാവസ്ഥയെന്ന് നജീബ് കാന്തപുരം MLA. ആശുപത്രിയിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്ന് MLA. അപകടാവസ്ഥയിലുള്ള കാഷ്വാലിറ്റി കെട്ടിടത്തിൽ നിന്നും രോഗികളെ മാറ്റണം. MLA ആശുപത്രി സന്ദർശിച്ചു. ചെർപ്പശ്ശേരി നഗരസഭയിലെ അങ്കണവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റിൽ ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണം. ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവർ ശ്രീകൃഷ്ണപുരത്ത് CDPOയ്ക്ക് മുമ്പാകെ എത്തി പ്രതിഷേധിച്ചു. CPMകാരെയും അടുപ്പക്കാരെയും മാത്രമാണ് തിരഞ്ഞെടുത്തതെന്ന് കോൺഗ്രസ്. പുലിപ്പേടി മാറാതെ പെരിന്തൽമണ്ണ മണ്ണാർമല. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ ഒരാഴ്ചക്കിടെ പുലിയെ കണ്ടത് 3 തവണ. പുലിയെ പിടികൂടാൻ ചൊവ്വാഴ്ച കൂട് സ്ഥാപിക്കും. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വനം മന്ത്രിക്ക് കത്തയച്ച് നജീബ് കാന്തപുരം MLA. കാഞ്ഞിരപ്പുഴ പായപ്പുല്ലിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം. വിശദമായ വാർത്തകളിലേക്ക്. നിപ പാലക്കാട് മെഡിക്കൽ കോളേജിൽ മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. നിപ വ്യാപനം ഒഴിവാക്കാനുള്ള കർശനവും സൂക്ഷ്മവുമായ നിരീക്ഷണ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച 9 സാമ്പിളുകളും നെഗറ്റീവാണെന്നും മന്ത്രി അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേർന്നത്. നിലവിലെ രോഗിയുടെ അവസ്ഥ സംബന്ധിച്ചും സമ്പർക്ക പട്ടികയിലുള്ളവരുടെ വിവരം സംബന്ധിച്ചും യോഗം വിശദമായി വിലയിരുത്തി. നിലവിൽ പാലക്കാട് ജില്ലയിൽ 173 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 100 പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലും 73 പേർ സെക്കൻഡറി സമ്പർക്ക പട്ടികയിലുമുണ്ട്. 52 പേർ ഹൈ റിസ്കിലും 48 പേർ ലോ റിസ്കിലുള്ളവരുമാണ്. ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച 38-കാരിയായ തച്ചനാട്ടുകര സ്വദേശിനി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത്. ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച 5 സാമ്പിളുകളും നെഗറ്റീവാണെന്നും 4 പേരുടെ സാമ്പിളുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിൽ കൃത്യവും വ്യക്തവുമായ നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി മന്ത്രി അറിയിച്ചു. മണ്ണാർക്കാട് സ്വകാര്യ ക്ലിനിക്കിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭ്യമായ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്ന വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണെന്നും ഇദ്ദേഹം മലയാളിയല്ല എന്നും ഇദ്ദേഹത്തിന്റെ മൊബൈൽ സിഗ്നൽ മലപ്പുറം കേന്ദ്രീകരിച്ച് ലഭ്യമായതായി മന്ത്രി അറിയിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ വവ്വാലുകളുടെ സ്രവ പരിശോധനയ്ക്കുള്ള അനുമതിക്കായി കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുള്ളതായി മന്ത്രി വ്യക്തമാക്കി. വ്യാജ പ്രചാരണമോ പ്രസ്താവനകളോ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജില്ലാ കളക്ടർ G. പ്രിയങ്ക, ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ, അഡീഷണൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് ഡോക്ടർ KP റീത്ത, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR വിദ്യ, ആരോഗ്യവകുപ്പ് ഉന്നതതല ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ക്വാറന്റൈനും കണ്ടെയ്ൻമെന്റ് സോണും വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കുമെന്നും ജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ്. തച്ചനാട്ടുകരയിൽ നിപ അവലോകന യോഗത്തിലെത്തിയതായിരുന്നു സബ് കളക്ടർ. നിപ ബാധിത പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. ഗ്രാമപഞ്ചായത്ത് അധികൃതർ, ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ എന്നിവർ സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ നേതൃത്വത്തിൽ തച്ചനാട്ടുകര കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ചേർന്ന നിപ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. നിലവിലെ സാഹചര്യങ്ങളും തുടർ ദിവസങ്ങളിൽ ചെയ്യേണ്ട മുൻകരുതലുകളും യോഗത്തിൽ ചർച്ച ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അധികൃതർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരും അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ക്വാറന്റൈനും കണ്ടെയ്ൻമെന്റ് സോണും വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കുമെന്നും ജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് പറഞ്ഞു. കണ്ടെയ്ൻമെന്റ് സോണിൽ കുറച്ചുകൂടെ ആളുകളെ നമ്മൾ അലേർട്ട് ആക്കണം. ക്വാറന്റൈനുള്ള ആളുകളും അതോടൊപ്പം തന്നെ കണ്ടെയ്ൻമെന്റ് സോണിലുള്ള ആളുകളും കൃത്യമായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൻ്റെയും MOയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. നമ്മൾ വളരെ ജാഗരൂകരാണ്. സിസ്റ്റം എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫർദർ കേസസ് ഇല്ലാതെ മാനേജ് ചെയ്യാൻ സാധിക്കും. നിപ ബാധിത പ്രദേശമായ കിഴക്കുംപുറത്തെ വവ്വാൽ വിഷയത്തിനും ശാസ്ത്രീയമായ പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രസിഡന്റും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതിനൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ അതിന് എന്താണോ സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്താണ്, എവിടേക്കാണ് അവരുടെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത്, എങ്ങനെയാണ് സയന്റിഫിക് ആയിട്ട് അത് ഡീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഈ ഒരു എമർജൻസി പീരീഡ് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മുടെ
ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ഡിസ്ട്രിക്ട് കളക്ടറേയും കൂടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിനെ പഞ്ചായത്തിൻ്റെയും കൂടെ ഫോറസ്റ്റിൻ്റെയും സഹായത്തോടെ വി വിൽ ട്രൈ ടു ഡീൽ വിത്ത് ഇറ്റ്. വിൽ ഫൈൻഡ് ഔട്ട് എന്താണ് ഇഷ്യൂ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എങ്ങനെ അതിനെ ഇതാക്കാൻ പറ്റും അത്തരം നടപടികളിലേക്ക് നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ CP സുബൈർ, തഹസിൽദാർ CC ജോയ്, ഹെൽത്ത് സൂപ്പർവൈസർ ടോം വർഗീസ്, അലനല്ലൂർ CHC സൂപ്രണ്ട് ഡോക്ടർ റാബിയ, തച്ചനാട്ടുകര ഹെൽത്ത് ഇൻസ്പെക്ടർ A പ്രിയൻ, C ബാലകൃഷ്ണൻ, U ഹസീന തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നിപ നിയന്ത്രണം കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട കാരണം അടച്ച തച്ചനാട്ടുകരയിലെ വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് തിങ്കളാഴ്ച മുതൽ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. കുണ്ടൂർക്കുന്ന് UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ചാമപ്പറമ്പ് LP സ്കൂൾ, ലഗസി UP സ്കൂൾ, പഴഞ്ചേരി ഗവൺമെൻറ് LP സ്കൂൾ എന്നിവയാണ് അടഞ്ഞു കിടക്കുന്നത്. 21 ദിവസത്തെ നിയന്ത്രണത്തിൽ വിദ്യാലയങ്ങൾ തുറക്കാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെയാണ് ഓൺലൈൻ ക്ലാസ് തുടങ്ങാൻ വിദ്യാഭ്യാസ വകുപ്പ് പ്രധാന അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയത്. തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ആരംഭിച്ചു. കോവിഡ് കാലത്ത് പിന്തുടർന്ന ഓൺലൈൻ ക്ലാസ് രീതിയാണ് അവലംബിക്കുന്നത്. കണ്ടെയ്ൻമെൻറ് സോണിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് രീതി ആരംഭിക്കാനും നീക്കമുണ്ട്. 4800-ലധികം കുട്ടികളാണ് പ്രദേശത്തെയും പുറത്തെയും സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത്. അങ്കണവാടികളുടെ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. മദ്രസകളും അടഞ്ഞുകിടക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യമേഖലയെ മന്ത്രി വീണ ജോർജ് തകർത്ത് തരിപ്പണമാക്കിയെന്നാരോപിച്ചു മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് BJP മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. മന്ത്രിയുടെ പിടിപ്പുകേടാണ് ആരോഗ്യമേഖലയുടെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് ഉദ്ഘാടനം ചെയ്ത ജില്ലാ സെക്രട്ടറി B മനോജ് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം വീണ് സ്ത്രീ മരിക്കാനിടയായ സംഭവം ഉൾപ്പെടെ കേരളത്തിലെ ആരോഗ്യമേഖല കുത്തഴിഞ്ഞു കിടക്കുകയാണെന്ന് ആരോപിച്ചാണ് BJP മാർച്ച് നടത്തിയത്. ആശുപത്രി പരിസരത്ത് മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായി. ജില്ലാ സെക്രട്ടറി B മനോജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കുത്തഴിഞ്ഞ കൂത്തരങ്ങായി ആരോഗ്യമേഖല മാറിയിരിക്കുന്നു. യാതൊരു നിയന്ത്രണവും ഈ ആരോഗ്യമേഖലയുടെ മുകളിൽ സർക്കാരിനില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ ആരോഗ്യ മേഖലയുടെ അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിലാണ് കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള അപകടങ്ങൾ നടന്നത്. നമുക്കറിയാം, ഇവിടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ആരോഗ്യ മേഖലയുടെ മുഖമുദ്ര. ആ മുഖമുദ്രയും വെച്ചുകൊണ്ടാണ് ഇന്നിവിടെ ആരോഗ്യ മേഖല മുന്നോട്ട് പോകുന്നത്. ഒരു ചുക്കും ചുണ്ണാമ്പിനും കഴിവില്ലാത്ത കഴിവുകെട്ട ഒരു ആരോഗ്യമന്ത്രി ഒന്നിനും കൊള്ളില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ആകെ അവർക്കുള്ള പിന്തുണ എന്ന് പറയുന്നത് ഒരു സഭയുടെ പിന്തുണയും മുഖ്യമന്ത്രിയുടെ പിന്തുണയും മാത്രമുള്ള ഒരു മന്ത്രി ചുക്കിനും ചുണ്ണാമ്പിനും പറ്റാത്തതാണ്. കഴിവുകെട്ട മന്ത്രിയാണ്. ആ മന്ത്രിയുടെ പിടിപ്പുകേടാണ് ഇന്ന് ആരോഗ്യ മേഖലയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണം. മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് NR രജത, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ P രാജൻ, TA സുധീഷ്, വൈസ് പ്രസിഡന്റുമാരായ MP പരമേശ്വരൻ, B രതീഷ് ബാബു, TM സുധ, V അമുദ, മണ്ഡലം സെക്രട്ടറിമാരായ TP സുരേഷ് കുമാർ, P ഉണ്ണികൃഷ്ണൻ, MG ശ്രീവിദ്യ എന്നിവർ പ്രസംഗിച്ചു. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്കും BJP മാർച്ച്. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്തെ ജീർണാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടും മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു BJP പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. ആശുപത്രിക്ക് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആ കെട്ടിടമുണ്ടാക്കിയത് വീണ ജോർജ് അല്ല, മറിച്ചിട്ടത് വാസുവൻ പറഞ്ഞതുപോലെ വീണ ജോർജ് അല്ല. പിന്നെന്തിനായി വീണ ജോർജ് രാജിവെക്കുന്നത് എന്നാണ് ചില ആളുകളെങ്കിലും, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആളുകൾ ചോദിക്കുന്നത്.
വാസവൻ ചോദിച്ച ചോദ്യം അവർ ഏറ്റുപിടിക്കുകയാണ്. വീണ ജോർജ് തള്ളിയിട്ടതൊന്നും അല്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് വീണ ജോർജ് രാജിവെക്കണമെന്നുള്ള ആവശ്യം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്ന ഒരു അമ്മ മരിച്ചത് കൊണ്ട് മാത്രമല്ല, ഈ ആരോഗ്യരംഗം മുഴുവൻ തകർത്തതിന്റെ ഭാഗമായിട്ടാണ് വീണ ജോർജ് രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു. ഒരു കെട്ടിടം മാത്രമല്ല, ഈ ആരോഗ്യ മേഖല മുഴുവൻ തകർന്നടിച്ചിരിക്കുന്നു. ആ തകർച്ചയിൽപ്പെട്ട നിരവധി ആളുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും വീണ ജോർജ് തയ്യാറാവും. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷനായി. ദിനേശൻ, ഗോപിനാഥൻ, MP മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്കും മാർച്ച് നടത്തി. തൃശൂർ മുൻ ജില്ലാ പ്രസിഡന്റ് K. അനീഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് MP സതീഷ് കുമാർ അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ സുരേഷ് ബാബു, മധ്യമേഖലാ സെക്രട്ടറി ശങ്കരൻകുട്ടി, ജില്ലാ ജനറൽ സെക്രട്ടറി സിനി മനോജ് തുടങ്ങിയവരും സംസാരിച്ചു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ആശുപത്രി പരിസരത്ത് മാർച്ച് തടഞ്ഞ പോലീസ് ലാത്തിക്കൊണ്ട് കുത്തിയെന്നാരോപിച്ച് പോലീസും പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും നടന്നു. ടൗണിലൂടെ പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ആശുപത്രി കവാടത്തിൽ പോലീസ് തടയുകയായിരുന്നു. ഇതിനിടെയാണ് പോലീസ് ലാത്തി കൊണ്ട് കുത്തിയെന്നാരോപിച്ച് പ്രവർത്തകർ പോലീസിന് നേരെ കയർത്തത്. തുടർന്ന് നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലറുമായ അരുൺകുമാർ പാലക്കുറിശി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 100 ചെറുപ്പക്കാരെ തടയാൻ 150 പോലീസിനെ വെച്ച് തലങ്ങും വിലങ്ങും ഞങ്ങളെ മർദ്ദിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചു കൊണ്ടുപോയി. അതിനുശേഷം തടയാൻ ചെന്നപ്പോ അവിടെ വെച്ച് പോലീസുകാർ മർദ്ദിക്കുകയുണ്ടായി. ആരോഗ്യമന്ത്രിക്കെതിരെ കേസെടുക്കാൻ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി വെച്ച ചില പോലീസുകാരുണ്ട്. എല്ലാ പോലീസുകാരും നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തില്ല. രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ട്. എല്ലാ പോലീസുകാരും അങ്ങനെ നട്ടലിന് പകരം വാഴപ്പിണ്ടിയാണ് എന്ന് നമ്മൾ പറയില്ല. പക്ഷെ ചില പോലീസുകാര് വാഴപ്പിണ്ടിയാണ് നട്ടലിന് പകരം വെച്ചിരിക്കുന്നത്. ഒരാശുപത്രിക്കകത്ത് ആ ആശുപത്രിയിൽ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ഒരു കുട്ടി അവിടെ മരണപ്പെട്ടു, ഒരു സ്ത്രീ അവിടെ മരണപ്പെട്ടു, അതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞതെന്താ? അവർ ആരും അകപ്പെട്ടിട്ടില്ല, അത് മുഴുവൻ എനിക്കറിയാം എന്ന ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. അല്പസമയം കൊണ്ട് പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ പറയുന്നു അവിടെ ഒരാളുണ്ട് എന്ന് പറയുന്നു. അന്വേഷിച്ച് ചെന്നപ്പോ അവിടെ ഒരാൾ മരണപ്പെട്ടു. അതുപോലെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ എല്ലാ പദ്ധതികളും. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കുരിക്കൽ സെയ്ദ്, നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ടിജോ പി ജോസ്, ആസിസ് കാര, രമേശ് ഗുപ്ത, മുഹമ്മദ് സിബിത്ത്, അനു എസ് ബാലൻ, ഫൈസൽ കൊന്നപ്പടി, സുരേഷ് പുതൂർ, സനൽ ബാബു, മണികണ്ഠൻ, M. അജേഷ്, സഫിൻ അട്ടപ്പാടി, മണികണ്ഠൻ വടശ്ശേരി, ബാബു മേക്കളപ്പറ, ഗംഗാ ചേറുംകുളം എന്നിവർ പ്രസംഗിച്ചു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ അപകടം പതിയിരിക്കുന്നുവെന്ന് നജീബ് കാന്തപുരം MLA. പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥരുടെ ഇടപെടലിന്റെ അനാസ്ഥ കാരണം നീണ്ടുപോവുകയാണെന്ന് MLA പറഞ്ഞു. അപകടാവസ്ഥയിലുള്ള കാഷ്വാലിറ്റി കെട്ടിടത്തിൽ നിന്നും രോഗികളെ അടിയന്തരമായി മാറ്റണമെന്നും നജീബ് കാന്തപുരം MLA ആവശ്യപ്പെട്ടു. ജില്ലാ ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MLA. തിങ്കളാഴ്ച രാവിലെയാണ് നജീബ് കാന്തപുരം MLA പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ മിന്നൽ സന്ദർശനം നടത്തിയത്. ആശുപത്രി സന്ദർശിച്ച ശേഷം ചേർന്ന യോഗത്തിൽ സൂപ്രണ്ട് ഡോക്ടർ ഷീനാലാൽ, RMO ഡോക്ടർ ദീപക് K. വ്യാസ്, ഡോക്ടർ AK. റൌഫ്, നഴ്സിംഗ് സൂപ്രണ്ട് സുജാത, ഷീബ ബഷീർ എന്നിവരുമായി MLA സംസാരിച്ചു. തുടർന്ന് മാധ്യമപ്രവർത്തകരെയും MLA കണ്ടു. ജില്ലാ ആശുപത്രിയിലെ പഴയ കെട്ടിടം കാലങ്ങൾക്ക് മുമ്പ് പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും ഈ കെട്ടിടം പൊളിച്ചു നീക്കാതെ ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യവകുപ്പിൻ്റെയും അനാസ്ഥ തുടരുകയാണെന്ന് MLA പറഞ്ഞു. അടിയന്തരമായി കെട്ടിടം പൊളിച്ചു നീക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ഞാൻ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലിലെ എല്ലാ മുക്കുമൂലകളും സന്ദർശിക്കുകയുണ്ടായി.
ഏതൊരു ഘട്ടത്തിലും ഇനിയും ഒരു അപകടം പതിയിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നിലകൊള്ളുകയാണ്. നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ടുള്ള കെട്ടിടങ്ങൾ ഇനിയും ചുവപ്പ് നാടയിൽ കുടുങ്ങി കേവലമായ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിന്റെ അഭാവം കൊണ്ട് മാത്രം അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ഇന്ന് വീണ്ടും ഞാൻ വളരെ കർശനമായി ആ കാര്യത്തിൽ ഇടപെടണമെന്നും അടിയന്തരമായി ആ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നും അഭ്യർത്ഥിച്ച് ഉന്നതമായ ഉദ്യോഗസ്ഥരോട് സംസാരിക്കേണ്ടത്. ഇടിഞ്ഞു വീഴാറായ കാഷ്വാലിറ്റി കെട്ടിടത്തിൽ നിന്നും രോഗികളെ മാറ്റണമെന്നും MLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തര പ്രാധാന്യത്തോടെ കാഷ്വാലിറ്റിയിൽ നിന്ന് പേഷ്യൻസിനെ മാറ്റണമെന്ന് ബഹുമാനിയായ സൂപ്രണ്ടിനോടും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സിനോടും അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. കാരണം ഏത് സമയത്തും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പാകത്തിൽ നിൽക്കുന്ന കാഷ്വാലിറ്റിയിലാണ് ഒരു അത്യാഹിത വിഭാഗം അത്യാസന്ന നിലയിലാണ്. ഈ തരത്തിലേക്ക് നമ്മുടെ നാടിന്റെ പൊതു ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അപ്പോൾ കേവലം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു അപകടം മാത്രമല്ല, കേരളമാകെ ഈ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ആരോഗ്യരംഗത്തെ കുറിച്ച് കൂടി പെരിന്തൽമണ്ണയെ മുൻനിർത്തി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുതിയ കെട്ടിടം ഉപയോഗപ്പെടുത്താൻ ഇതുവരെയും സാധ്യമായിട്ടില്ല. പാവപ്പെട്ട രോഗികളെ ഓർത്തെങ്കിലും ഈ കെട്ടിടത്തിന് അനുമതി ലഭ്യമാക്കാൻ നഗരസഭയും തയ്യാറാവണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങളില്ലാതെ കേവലം ട്രേഡ് യൂണിയനുകളുടെ താല്പര്യങ്ങൾക്ക് മാത്രം വശംവദയാകുന്ന ഒരു മന്ത്രിയും ഒരു പാർട്ടിയും ഒരു സംവിധാനവും കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന്റെ മകുടോദാഹരണമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളുള്ള സിറ്റികളിൽ ഒന്നായിട്ടുള്ള പെരിന്തൽമണ്ണയിലെ ഒരു ജനറൽ ആസ്പത്രിയുടെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. നമ്മൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു കെട്ടിടം പണിത് ഉദ്ഘാടനം നിർവഹിച്ച് മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടും അത് ഇപ്പോഴും സാങ്കേതികത്വത്തിന്റെ പേരിൽ തുറന്നു കൊടുക്കാതിരിക്കുന്ന ഒരു സന്ദർഭമാണുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഹോസ്പിറ്റൽ പ്രിമൈസ് ഇപ്പോഴും കേവലം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ബിൽഡിംഗ് നമ്പർ കിട്ടാത്തത് കൊണ്ട് മാത്രം എത്ര കോടി രൂപയുടെ മെഷീനറികളാണ് അവിടെ പ്രവർത്തിക്കാതിരിക്കുന്നത്, എത്ര സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് അവിടെ ഉപയോഗിക്കാതിരിക്കുന്നത്. ഇപ്പുറത്തോ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിന് താഴെ നിൽക്കുകയാണ്. ഇന്ന് ഞാൻ ഓങ്കോളജി വാർഡിൽ പോയി നോക്കുമ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആ ജനാലക്കപ്പുറത്ത് മൊത്തം വേസ്റ്റ് വാട്ടർ കെട്ടിക്കിടക്കുകയാണ്. അതിസങ്കീർണമായാണ് കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ ആരോഗ്യം വെച്ച് കളിക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയതെന്നും മുഖ്യമന്ത്രിക്ക് പോലും കേരളം നമ്പർ 1-ൽ വിശ്വാസമില്ലെന്നും നജീബ് കാന്തപുരം MLA ആരോപിച്ചു. സദ്ഗ്രാമം പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ SC ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അരക്കുപറമ്പിലെ കെട്ടിടം ഇടിഞ്ഞു വീണതിന് MLA ഉത്തരവാദിയല്ല. സംസ്ഥാന സർക്കാർ ഏജൻസി നിർമ്മിതിയാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും MLA പറഞ്ഞു. നമ്മുടെ നാട്ടിലെ SC വിഭാഗത്തിന് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഏറ്റവും വലിയ തോതിൽ കൊള്ളയടിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ പ്രോജക്റ്റാണ് നമുക്ക് കഴിഞ്ഞ ദിവസം താഴേക്കോട് മരുതമ്പാറയിൽ കുടിഞ്ഞു വീണത്. എന്നിട്ട് MLA ആണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നത്. സന്തോഷം, CPM-കാർ അത് പറയുന്നത് ഞാൻ സ്വാഗതം ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ ആരാണ് ഉത്തരവാദി എന്ന് പരിശോധിക്കേണ്ടത് ആരാണ്? നിങ്ങൾ പറ. ഞാൻ പറയുന്നു MLA ഫണ്ടിൽ നിന്ന് തുക ചെലവഴിച്ചാണ് ഈ കെട്ടിടം പണിതത് എന്നാണ് ആക്ഷേപിച്ചത്. ആ ആക്ഷേപത്തിന് അന്ന് തന്നെ ഞാൻ മറുപടി പറഞ്ഞു. ഇത് 2019 ഞാനിവിടെ MLA ആയി വരുന്നത് 2021-ലാണ്. 2019-ലാണ് ഒരു കെട്ടിട നിർമ്മാണം തുടങ്ങുന്നത്. ആ കെട്ടിടം ആരാണ് ഫണ്ട് അനുവദിച്ചത്? ഒന്നാം പിണറായി സർക്കാർ. ഒന്നാം പിണറായി സർക്കാരിന്റെ SC വകുപ്പിൽ നിന്ന് അനുവദിക്കുന്ന ഫണ്ട് ഓരോ നിയോജക മണ്ഡലത്തിലും 1-2 അംബേദ്കർ ഗ്രാമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് 1 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. നിങ്ങൾ യാത്ര ചെയ്യണം. ഞാൻ അതിനുവേണ്ടി നടത്തിയ യോഗങ്ങളുടെ മിനിറ്റ്സ് നിങ്ങൾ പരിശോധിക്കണം. എത്ര കൃത്യവിലോപമാണ് നടക്കുന്നത്. നിർമ്മിതി എന്ന് പറയുന്ന ഒരു ഏജൻസി സർക്കാരിന്റെ നേരിട്ടുള്ള ഏജൻസിയാണ്. അതിന് യാതൊരു ടെൻഡറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അവർക്ക് നേരിട്ട് വർക്ക് കൊടുക്കുകയാണ്. അവർ നിർമ്മിതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇത്രയേറെ. നിങ്ങൾ നോക്കൂ, 5 വർഷമായിട്ട് ഒരു 26 ലക്ഷം രൂപയുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയാതെ ഒരു മഴയത്ത് അത് നിലമ്പുത്തുക. ഭാഗ്യവശാൽ ആ തൊഴിലാളികളുടെ ആയുസിന്റെ ബലം കൊണ്ട് അവർ ഓടി രക്ഷപ്പെട്ടു. പുതിയ ഗതാഗത പരിഷ്കരണം നടപ്പാക്കിയിട്ടും അങ്ങാടിപ്പുറം കുരുക്കിൽ തന്നെ. തിങ്കളാഴ്ച വാഹനങ്ങളുടെ നീണ്ട നിരയും രൂക്ഷമായ കുരുക്കുമാണ് അങ്ങാടിപ്പുറത്ത് അനുഭവപ്പെട്ടത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഗതാഗത ക്രമീകരണം.
ഗതാഗത പരിഷ്കരണം നടപ്പാക്കിയ ഞായറാഴ്ച അങ്ങാടിപ്പുറത്ത് കാര്യമായ വാഹനത്തിരക്ക് ഉണ്ടായിരുന്നില്ല. തിങ്കളാഴ്ച രൂക്ഷമായ ഗതാഗതക്കുരുക്കും വാഹനങ്ങളുടെ നീണ്ട നിരയും അനുഭവപ്പെട്ടു. പരിയാപുരം റോഡിൽ നിന്നും വളാഞ്ചേരി റോഡിൽ നിന്നുമുള്ള വാഹനങ്ങൾക്ക് റോഡിലൂടെ നേരെ ക്രോസിംഗ് അനുവദിക്കാതെ ഇടതുവശം തിരിച്ചുവിട്ടു. അങ്ങാടിപ്പുറം തിരുമാതാംകുന്നിൽ നിന്ന് ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾ ഇടതുവശം പോയി മേൽപ്പാലത്തിന് താഴെ യൂട്ടേൺ ചെയ്യുന്ന രീതിയിലുമാണ് ക്രമീകരണം. മേൽപ്പാലത്തിന് സമീപത്ത് നവീകരണ പ്രവൃത്തികൾ കഴിഞ്ഞതിനാൽ ബസ്സുകളെയും ഭാരവാഹനങ്ങളെയും അനുവദിച്ചില്ല. നിയന്ത്രണങ്ങൾ നീങ്ങി ബസ്സുകളും ഭാരവാഹനങ്ങളും കൂടി അങ്ങാടിപ്പുറം നഗരത്തിലൂടെ വരികയാണെങ്കിൽ ഗതാഗതക്കുരുക്ക് ഇരട്ടിപ്പിക്കുന്ന പഴയ സ്ഥിതി തന്നെയാകും. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഗതാഗത ക്രമീകരണം. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ചെർപ്പശ്ശേരി നഗരസഭയിലെ അങ്കണവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റിൽ ക്രമക്കേടുകൾ നടന്നതായുള്ള ആരോപണം. ലിസ്റ്റിൽ പരിഗണിക്കപ്പെടാതെ പോയവർ ശ്രീകൃഷ്ണപുരത്ത് CDPOയ്ക്ക് മുമ്പാകെ എത്തി പരാതി നൽകി. അനുഭവ സമ്പത്തുള്ളവർ പോലും പരിഗണിക്കപ്പെട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. ചെർപ്പശ്ശേരി നഗരസഭയിലെ അംഗൻവാടി വർക്കർമാരുടെ ഇന്റർവ്യൂവിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും പ്രവൃത്തി പരിചയവും അനുഭവ സമ്പത്തുമുള്ള ആളുകളെ പരിഗണിക്കാതെ അടിയന്തരമായി നിയമനം നടത്തിയെന്നുമുള്ള പരാതിയുമായാണ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ CDPOയുടെ മുന്നിലെത്തി പ്രതിഷേധിച്ചത്. 2005 മുതൽ താൽക്കാലികമായി ജോലിയിൽ പ്രവർത്തിച്ചിരുന്നവരും പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്ന 2 വർഷക്കാലയളവിൽ ശമ്പളം പോലും ലഭിക്കാതെ ജോലി ചെയ്തിരുന്നവരും 2010 ലിസ്റ്റിൽ തിരഞ്ഞെടുക്കപ്പെടുകയും എന്നാൽ ജോലി ലഭിക്കാതെ പോയവരും പ്രായപരിധി ഈ വർഷം കൊണ്ട് തീരുന്നവരും അവഗണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടെന്നും ഇവർ പറഞ്ഞു. ഞാനൊക്കെ 2020 മുതൽ ഒരു വർഷം തന്നെ മുന്നത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ ഞങ്ങൾ കുറച്ച് പേര് അങ്ങനെ ഉണ്ട്. ഞങ്ങളുടെ പേര് ലിസ്റ്റിൽ പോലും വന്നിട്ടില്ല. ഞങ്ങളിത് എന്തായാലും നിയമപരമായിട്ട് നേരിടണം തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെ അർഹതപ്പെട്ടവർക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല. ഇതിൽ ഞങ്ങൾ ആരും അർഹതപ്പെട്ടവരെ ലിസ്റ്റിലേ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് അതിന് എന്തായാലും നിയമപരമായിട്ട് ഞങ്ങൾ നേരിടും. ചെർപ്പശ്ശേരി പഞ്ചായത്തിൽ 2005, 2007, 2015, 2017 കാലയളവിലൊക്കെ താൽക്കാലികമായി ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് ഇനി ഒരു ചാൻസ് പോലും ഇതിൽ കിട്ടാനില്ല. ഏജ് ഓവറായി. ഈ ഇൻ്റർവ്യൂവിന് എന്തോ ഒരു ഭാഗ്യത്തിനാണ് എൻ്റെ ഏജ് പരിഗണിച്ച് ഇത് ലിസ്റ്റിൽ വന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ നമ്പർ 34 ഇതിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും ആ ജോലി കിട്ടാനുള്ളൊരു അവസരം പോലും ഇല്ല. പിന്നെ ഈ ലിസ്റ്റിൽ എന്തോ ഒരു പ്രമാദിത നടന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പിന്നെ വർക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാനുള്ള ഇതാണ് ഇത്. അതുകൊണ്ട് ഞങ്ങൾ സാറടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സാറ് ഞങ്ങളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അതൊക്കെ ഇതാക്കിയിട്ടുണ്ട്. സാറ് ഞങ്ങളെ അത് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് എങ്ങനെയെങ്കിലും ഇത് ശരിയായ മാർഗത്തിലൂടെ ഈ ലിസ്റ്റ് വരേണ്ടതാണ്. അല്ല, ഞാൻ ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ 2010 മുതൽ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. എൻ്റെ ഇപ്പോൾ വന്ന ലിസ്റ്റിൽ എൻ്റെ പേര് പോലും ഇല്ല. എൻ്റെ പേരോ എൻ്റെ നമ്പറോ പോലും ഇല്ല. ഞാൻ 2 മാസം പെരുമാറ്റച്ചട്ടം വന്ന 2 മാസം ഞാൻ ശമ്പളം ഇല്ലാതെ വർക്ക് ചെയ്തിരുന്നും കൂടിയാണ്. ആദ്യത്തെ ലിസ്റ്റ് 2010 ലിസ്റ്റിൽ വന്ന ആളാണ് ഞാൻ. അതിൽ 3 ആളെയും അപ്പോയിൻമെൻറ്റ് ചെയ്തതിന് ശേഷം 5ാമത്തെ ആയിരുന്നു എനിക്ക് അന്നും കിട്ടിയില്ല. അന്ന് സ്റ്റേ വരിക, കാരണം അന്ന് പോലും കിട്ടിയില്ല. അപ്പോൾ ഇത് നേരായ മാർഗത്തിലൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിത്തരണം എന്നുള്ളത്. പ്രവൃത്തി പരിചയവും അനുഭവ സമ്പത്തുമുള്ള ആളുകളെ പരിഗണിക്കാതെ ഒരു വിഭാഗം CPIM നേതാക്കളുടെ അടുപ്പമുള്ളവരുടെയും അവരുടെ കുടുംബത്തിൽ ഉൾപ്പെട്ടവരെയും മാത്രം തിരഞ്ഞെടുത്ത് തസ്തികയിലേക്ക് നിയമിച്ചതായി ചെർപ്പശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P. സുബീഷ് ആരോപിച്ചു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും സുബീഷ് പറഞ്ഞു. വർഷങ്ങളായി ചെർപ്പശ്ശേരിയിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുകയും താൽക്കാലികമായി ജോലി ചെയ്യുന്ന ആളുകളൊന്നും 500ഓളം ആളെ ഇന്റർവ്യൂ ചെയ്ത് 75 ആളെ പരിഗണിച്ചുള്ള ഒരു ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്. ഈ 75 ആളിൽ പോലും വരാത്ത വർഷങ്ങളോളം വർക്ക് ചെയ്ത പ്രവൃത്തി പരിചയമുള്ള ആളുകൾ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ തികച്ചും രാഷ്ട്രീയപരമായി ചെർപ്പശ്ശേരിയിലെ CPMന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഇരകളായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളായി ചെർപ്പശ്ശേരിയിൽ വർക്ക് ചെയ്തിരുന്ന അംഗനവാടി വർക്കേഴ്സ്. അപ്പോൾ ഇതിനെ ശക്തമായി നേരിടാൻ ഞങ്ങൾ CDPOയായിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വർക്ക് ചെയ്ത അംഗനവാടി ടീച്ചർമാരുണ്ടായിരുന്നു. CDPO പറഞ്ഞത് ഇത് ചെർപ്പശ്ശേരി നഗരസഭ രൂപീകരിച്ചൊരു ബോർഡുണ്ട്, ഒരു 5 സമിതി ഉണ്ട്. അവർ തന്ന ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനേ ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് കഴിയും. ചെർപ്പശ്ശേരി നഗരസഭ കൗൺസിൽ അംഗീകരിച്ച ഒരു ബോർഡാണ് എന്നാൽ ആ ബോർഡിലുള്ളത് CPMന്റെ നേതാക്കന്മാരാണ്. അതിലെ ചില ആളുകളുമായി ചാരി നിൽക്കുന്ന ചില DYFIയുടെയും CPMന്റെയൊക്കെ നേതാക്കന്മാരുടെ ഭാര്യമാരൊക്കെയാണ് ഇപ്പോൾ ലിസ്റ്റിൽ പരിഗണിക്കപ്പെട്ടുള്ളത്. ഇതിന് ശക്തമായി കഴിഞ്ഞ വർഷങ്ങളിൽ വർക്ക് ചെയ്ത ആളുകളുടെ അവകാശം അത് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ശക്തമായി തന്നെ ഇതിനെ പോസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് CDPOനെ അറിയിച്ചിട്ടുണ്ട്. രേഖാമൂലം പരാതി കൊടുത്തിട്ട് മാത്രമല്ല കോടതിയിലും ഇത് കൃത്യമായി ചലഞ്ച് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. എന്നാൽ സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇന്റർവ്യൂ ബോർഡ് ഇടുന്ന മാർക്കിന്റെ ആവറേജും സർട്ടിഫിക്കറ്റിൽ ലഭിക്കുന്ന മാർക്കും കൂടി കൂട്ടിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും ആകെ 365 ദിവസം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കർക്ക് 2 മാർക്കും ഹെൽപ്പർക്ക് 1 മാർക്കുമാണ് ലഭിക്കുക എന്നും അത്രയും മാർക്ക് ലഭിച്ചവരെ മാത്രമാണ് പരിഗണിക്കുക എന്നും CDPO വ്യക്തമാക്കി.
കൂടാതെ ലിസ്റ്റ് പുറത്തിറക്കി ഇത്ര ദിവസത്തിനുള്ളിൽ നിയമനം നടത്താവൂ എന്നുള്ള നിയമമോ നിർദ്ദേശമോ നിലവിലുള്ളതായി അറിവില്ലെന്നും അത്തരമൊരു പരാതി നൽകിയതിൽ വ്യക്തമായ നിരീക്ഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാമെന്നും CDPO സി പ്രീത അറിയിച്ചു. അംഗൻവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇൻ്റർവ്യൂ നടത്തിയതിൽ ബോർഡ് ഇട്ട മാർക്കിൻ്റെ ആവറേജും സർട്ടിഫിക്കറ്റിൽ കിട്ടുന്ന മാർക്കും കൂടെ കൂട്ടിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. എക്സ്പീരിയൻസുള്ള ആളുകൾ ലിസ്റ്റിൽ കയറിയില്ല എന്ന പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ് കണക്കാക്കുന്നത് ആകെ 365 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കർക്ക് 2 മാർക്കും ഹെൽപ്പർക്ക് 1 മാർക്കുമാണ് കിട്ടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ അംഗൻവാടി ഹെൽപ്പർമാരുടെ ലിസ്റ്റ് തലേ ദിവസം പ്രസിദ്ധീകരിച്ച് പിറ്റേ ദിവസം രാവിലെ പോസ്റ്റിംഗ് നടത്തി എന്നുള്ള പരാതിയുമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഇത്ര ദിവസം പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇടണമെന്നും അതിനുശേഷം മാത്രമേ നിയമനം നടത്താൻ പാടുള്ളൂ എന്നുള്ള ഒരു അറിവ് നിർദ്ദേശമുള്ളതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തലേ ദിവസം ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് പിറ്റേ ദിവസം തന്നെ ഹെൽപ്പർമാരുടെ നിയമനം നടത്തിയത്. പിന്നെ പ്രൊജക്റ്റ് മാനദണ്ഡപ്രകാരം പ്രൊജക്റ്റുകളുടെ ഓരോ 10ാമത്തെ ഒഴിവും ഭൂമി വിട്ടു നൽകിയവർക്കായി കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ചെർപ്പശ്ശേരി നഗരസഭയിൽ ഒരു വേക്കൻ്റ് ഇതിനായി ഒഴിച്ചിട്ടിട്ടുണ്ട്. രേഖകൾ ശരിയാവുന്ന മുറയ്ക്ക് ആ ഒഴിവ് നികത്തുന്നതാണ്. ഹെൽപ്പർമാരുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായതും ഏറ്റവും കൂടുതൽ സർവീസും ഉള്ള ആളെയാണ് ഇതിലേക്കായി നിയോഗിക്കേണ്ടത്. അതും സീനിയർ ലിസ്റ്റ് തയ്യാറാക്കി വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒഴിവും നികത്തുന്നതാണ്. വാണിയംകുളം മാന്നന്നൂർ റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന്റെ മുകൾ ഭാഗം തകർന്നു വീണു. ശബ്ദം കേട്ട് ജീവനക്കാർ മാറി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി. $50 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ മുകൾ ഭാഗമാണ് തകർന്നു വീണത്. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. താഴെ പച്ചക്കറി കടയും പ്രവർത്തിച്ചിരുന്നു. ശബ്ദം കേട്ട ഉടൻ ആളുകൾ മാറി നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി. അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിക്കണമെന്ന് കാണിച്ച് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വില്ലേജ് ഓഫീസറെ സമീപിച്ചു. തുടർന്ന് തഹസിൽദാരുടെയും വില്ലേജ് ഓഫീസറുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കെട്ടിടം പൊളിച്ചു നീക്കി. സംഭവം 2 ദിവസം മുന്നേ ഈ സൈഡിൽ കൂടെ വിള്ളൽ കണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരത്ത് ഈ സൈഡിലും വിള്ളൽ കണ്ടു. പിന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വിള്ളൽ കൂടുതൽ കണ്ടതിന് ശേഷം നമ്മൾ അവരോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ അത് പൊട്ടിച്ചാടാൻ സാധ്യത ഉണ്ട്, അപ്പോൾ ഏത് നിമിഷം പൊട്ടിച്ചാടും. അതുകൊണ്ട് അതിന് മുൻകരുതൽ എടുത്തിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്നായിരുന്നത്. പിന്നെ ഒരു പൊട്ടിച്ചാടുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ എന്നുള്ള പ്രാവശ്യം പൊട്ടും സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. അവർ മാറി. പരമാവധി സാധനങ്ങൾ മാറ്റാൻ പറഞ്ഞത് ഞങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞു. ആളപ്പോൾ അല്ലാതെ ഇതിൽ അവസാനിച്ചു. അപകട ഭീഷണി ഉണ്ടായിട്ട് നിങ്ങൾ എന്താ കൂടി മാറാൻ? അപകട ഭീഷണി ഇന്നലെ വൈകുന്നേരത്തത് കണ്ടത്. പെട്ടെന്ന് മാറാൻ ഞങ്ങൾക്ക് മാറാൻ കഴിഞ്ഞു. സാധനങ്ങൾ ഞങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. കട തുറന്നിട്ട് കട തുറന്നിരുന്നു. സാധനങ്ങളൊന്നും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംസ്ഥാനത്ത് ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ സൂചനാ സമരം നടത്തും. സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി സൂചനാ പണിമുടക്ക് നടത്തുന്നത്. വിദ്യാർത്ഥികളുടെ കൺസഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക, വ്യാജ കൺസഷൻ കാർഡ് തടയുക, 140 കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. തുടർ ചർച്ചകൾക്ക് ശേഷവും പരിഹാരമുണ്ടായില്ലെങ്കിൽ 22-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനാണ് സമരസമിതിയുടെ തീരുമാനം. ഇടവേള. വാർത്തകൾ തുടരുന്നു. സ്ഥിരമായി പുലിയെ കാണുന്ന പ്രദേശമായി പെരിന്തൽമണ്ണ മണ്ണാർമല. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറകളിൽ ഒരാഴ്ചക്കിടെ 3 തവണയാണ് പുലിയെ കണ്ടത്. പുലിയെ പിടികൂടാൻ ചൊവ്വാഴ്ച കൂട് സ്ഥാപിക്കും. വനം മന്ത്രിക്കും വകുപ്പ് മേധാവിക്കും നജീബ് കാന്തപുരം MLA കത്തയച്ചു. മണ്ണാർമല മാട് റോഡിൽ ഒരാഴ്ചക്കിടെ 3 തവണയാണ് പുലിയുടെ ദൃശ്യം നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞത്. ഇതുവരെ 5 തവണ പുലിയെ ക്യാമറയിൽ കണ്ടു. കരുവാരക്കുണ്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന നരഭോജി കടുവയെ വനപാലകർ കൂട് സ്ഥാപിച്ച് കുടുക്കിയ സംഭവത്തോടെ മണ്ണാർമലയിലെ പുലിഭീതി പരിഹരിക്കാൻ വനംവകുപ്പ് നടപടിക്ക് തയ്യാറായിട്ടുണ്ട്. ചൊവ്വാഴ്ച ഇവിടെ പുലിക്കൂട് സ്ഥാപിക്കും. അതേസമയം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ നിരന്തരം പുലിയെ കാണുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട നജീബ് കാന്തപുരം MLA വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, വനംവകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ IFS എന്നിവർക്ക് കത്തയച്ചു. വനംവകുപ്പിന്റെ നടപടി ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് MLA മന്ത്രിക്ക് കത്തയച്ചത്. കഴിഞ്ഞ 2 വർഷമായി ഭീതിയോടെയാണ് പ്രദേശത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. ഇക്കാര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് MLA പറഞ്ഞു. പുലിയെ വേഗത്തിൽ പിടികൂടാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് MLA കത്തിലൂടെ ആവശ്യപ്പെട്ടു.
കാഞ്ഞിരപ്പുഴ പായപ്പുല്ലിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം. വനംവകുപ്പ് ഏറെ പരിശ്രമത്തിനൊടുവിലാണ് ആനകളെ കാട് കയറ്റിയത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് കാഞ്ഞിരപ്പുഴ റിസർവോയറിന് സമീപം പായപ്പുല്ലിൽ കാട്ടാനക്കൂട്ടമിറങ്ങിയത്. 6 പേരടങ്ങുന്ന സംഘമാണ് ജനവാസ മേഖലയിലേക്കിറങ്ങി വീടിൻ്റെ മുൻവശത്ത് വരെ എത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി പായപ്പുല്ല്, ഇരുമ്പകച്ചോല, പാലക്കയം ഭാഗങ്ങളിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിക്കുന്നതായി പരാതിയുണ്ട്. വനം വകുപ്പ് ഏറെ ശ്രമപ്പെട്ടാണ് ആനക്കൂട്ടത്തെ കാട് കയറ്റിയത്. ഒറ്റപ്പാലത്ത് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തെ ആക്രമിച്ചവരെ പിടികൂടാനെത്തിയ SIക്ക് മർദ്ദനം. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ SI ഗ്ലാഡിസ് ഫ്രാൻസിസിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ മായന്നൂർ സ്വദേശി ഹരിഹരൻ, മണികണ്ഠൻ, രാജേഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രി 8:30 ഈസ്റ്റ് ഒറ്റപ്പാലത്തെ റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് സംഭവമുണ്ടായത്. ചുഴങ്ങാട് സ്വദേശിയെയും കുടുംബത്തെയുമാണ് ഹരിഹരൻ അടക്കമുള്ള 3 അംഗ സംഘം ആക്രമിച്ചത്. കുട്ടികളോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത് അനുസരിച്ചില്ലെന്ന കാരണത്താലാണ് ആക്രമണം നടത്തിയത് എന്നാണ് വിവരം. ഇതറിഞ്ഞ് സ്ഥലത്തെത്തിയ ഒറ്റപ്പാലം SI ഗ്ലാഡിസ് ഫ്രാൻസിസിനെയും ഹരിഹരൻ മർദ്ദിക്കുകയായിരുന്നു. SIയെ മർദ്ദിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും കുടുംബത്തിനെ ആക്രമിച്ചതിനും 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമ്പലപ്പാറ കടമ്പൂരിൽ സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഇളയ സഹോദരന് തലയ്ക്കടിയേറ്റു. കടമ്പൂർ മാണിക്യമ്പാറ തച്ചാട്ടുപറമ്പിൽ ഹരീഷിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ജ്യേഷ്ഠ സഹോദരൻ അയ്യപ്പൻകുട്ടിയെയാണ് ഹരീഷ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. വീടിന് പിന്നിലെ ഷെഡിൽ വെച്ചാണ് സഹോദരനുമായി വാക്കുതർക്കം ഉണ്ടായതെന്നാണ് സംശയിക്കുന്നത്. ജ്യേഷ്ഠ സഹോദരൻ അയ്യപ്പൻകുട്ടിയെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഹരീഷിനെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേസ്മാർട്ട് വരുത്തിയ പ്രതിസന്ധി പരിഹരിക്കുക, PMAY പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗ് കുമരമ്പത്തൂർ പഞ്ചായത്തിൽ പ്രതിഷേധ സഭ നടത്തി. പഞ്ചായത്തുകളിൽ നിന്ന് അതത് ദിവസങ്ങളിൽ ലഭിക്കേണ്ട സേവനങ്ങൾ 1 മാസം കഴിഞ്ഞാലും കിട്ടാത്ത സ്ഥിതിയാണെന്ന് നേതാക്കൾ പറഞ്ഞു. നിലവിലുണ്ടായിരുന്ന രീതി ഉപേക്ഷിച്ചാണ് കേസ്മാർട്ട് പദ്ധതി തുടങ്ങിയത്. ഇതിലൂടെ ലഭിക്കുന്ന സേവനങ്ങൾക്ക് വലിയ കാലതാമസമാണ് നേരിടുന്നത്. 1 ദിവസം കൊണ്ട് കിട്ടിയിരുന്ന സേവനങ്ങൾ 1 മാസം കഴിഞ്ഞാലും കിട്ടാത്ത സ്ഥിതിയാണ്. അതോടൊപ്പം ആവശ്യമായ ജീവനക്കാരെ നിയമിക്കാത്തത് കാരണം ഭവന പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നില്ലെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് പച്ചേരി ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ ചെയർമാൻ സഹദരിയൂർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ, മുൻ പ്രസിഡന്റ് KK ലക്ഷ്മിക്കുട്ടി, സിദ്ദിഖ് മലിയിൽ, ഫാത്തിമ തുടങ്ങിയവർ പ്രസംഗിച്ചു. പട്ടാമ്പിയിൽ കാർഷിക വിപണന കേന്ദ്രം ആരംഭിക്കണമെന്ന് ബ്ലോക്ക് കർഷക സഭയിൽ കർഷകർ ആവശ്യപ്പെട്ടു. വന്യമൃഗശല്യം മൂലമുണ്ടാകുന്ന കൃഷിനാശം നേരിടാൻ നടപടി വേണമെന്നും ആവശ്യം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ കർഷക സഭ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിൽ കാർഷിക വിപണന കേന്ദ്രമില്ല. കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ സൗകര്യമില്ലാതെ പ്രയാസപ്പെടുകയാണ്. ടൗണിൽ വിപണന കേന്ദ്രമൊരുക്കിയാൽ വലിയ സാധ്യത ആണെന്നും കർഷകർ അഭിപ്രായപ്പെട്ടു. വന്യമൃഗങ്ങളുടെ ആക്രമം കാർഷിക വിളകളുടെ വലിയ നാശത്തിന് കാരണമാകുന്നു. ഇതിൽ നിന്നും സംരക്ഷണമൊരുക്കാൻ നൂതന സംവിധാനം വേണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കണം. കൂടുതൽ ജലസേചന പദ്ധതികൾ നടപ്പാക്കണം. കാലപ്പഴക്കത്താൽ പല പദ്ധതികളും പ്രവർത്തനരഹിതവുമാണ്. അവയെല്ലാം കൂടുതൽ ഉപയോഗപ്രദമാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന കർഷക സഭ പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി ഇറക്കേണ്ട സമയത്ത് കിട്ടുന്ന ആ ഒരു മഴയല്ല. നമുക്കറിയാം, വെള്ളപ്പൊക്കം പോലെ ഉള്ള ഓരോ പ്രകൃതി ദുരന്തങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന കർഷകർ തന്നെയാണ്. കർഷകർ മാത്രമല്ല, കർഷകർ പട്ടാമ്പി ടൗണിൽ കാർഷിക വിപണന കേന്ദ്രം ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി സഭയിൽ ഉറപ്പു നൽകി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KR റഷീദ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ OK കൃഷ്ണനുണ്ണി വിഷയാവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP ഉണ്ണികൃഷ്ണൻ, മെമ്പർമാരായ PTM ഫിറോസ്, P പ്രസന്ന, K ബിന്ദു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ V രമണി, A ആനന്ദവല്ലി, തിരുവേഗപ്പുറ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K വൃന്ദ, കൃഷി ഓഫീസർ K ഇഷ്റത്ത് എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം CSN ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന 2ാം ഘട്ടത്തിലെ 3 വീടുകളുടെ താക്കോൽദാനം ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് മനുശ്ശേരിയിൽ വെച്ച് നടക്കും. K പ്രേംകുമാർ MLA താക്കോൽദാനം നിർവഹിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2014 രൂപീകരിച്ച് ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ട 50 നിർധനരായ കുടുംബങ്ങൾക്കാണ്
എ ഹോം ഓഫ് യുവർ ഓൺ എന്ന പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ആദ്യഘട്ടത്തിലെ 10 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറി. രണ്ടാം ഘട്ടത്തിലെ 10 വീടുകളിൽ നിർമ്മാണം പൂർത്തിയായ 3 വീടുകളുടെ താക്കോൽദാനമാണ് ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് മനശ്ശേരി കൈലാസം ക്ലബ്ബ് ഹൗസിൽ വെച്ച് നടക്കുന്നത്. ആറന്കുളം സ്വദേശിനി ഷീന, മനശ്ശേരി സ്വദേശിനി തങ്കം, ഏലപ്പള്ളി സ്വദേശിനി ശ്രീനിവാസൻ എന്നിവർക്കാണ് സ്വപ്നഭവനങ്ങളുടെ താക്കോൽ കൈമാറുന്നത്. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA താക്കോൽദാനം നിർവഹിക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ യു പമ്പാവാസൻ നായർ പറഞ്ഞു. ഈ 4 വീടുകളുടെ എനിക്ക് KR നാരായണൻ സെന്റിനറി അവാർഡ് കിട്ടുന്ന ചടങ്ങിൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ CEO ശ്രീമതി ലക്ഷ്മി മേനോൻ ബാക്കി 4 വീടുകളുടെ സമ്മതദാന പത്രവും മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഇഷ്യൂ ചെയ്യുകയുണ്ടായി. ആ 10 വീടുകളുടെ പണി ഇപ്പോൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ 5 വീടുകളായി ഓഗസ്റ്റ് മാസത്തിൽ കീ ഹാൻഡ് ഓവർ ചെയ്യാം എന്നാണ് ഞാൻ സന്തോഷിനോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് സന്തോഷ് തുടർച്ചയായിട്ട് ഇപ്പോൾ, കാരണം ഇത്തവണ അങ്ങനെ ഒരു പരിപാടിയും പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 ദിവസം മുമ്പേ ഞാൻ ബാബുവേട്ടനെ കണ്ടപ്പോഴും അങ്ങനെ ഒരു പ്ലാനിനെ പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബോബിയേട്ടനോടും സംസാരിച്ചിരുന്നു, അപ്പോഴും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു പാർട്ടിക്ക്, ഒരു ബെനിഫിഷ്യറിക്ക് ഈ മഴ സമയത്ത് വീട് വളരെ അത്യാവശ്യമാണെന്നും അവരുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടിലാണെന്നും സന്തോഷ് എന്നോട് ഒരു തവണ പറഞ്ഞു. ഞാനത് അത്ര അനുകൂലമായി പരിഗണിച്ചില്ല. പിറ്റേ ദിവസം വീണ്ടും പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അങ്ങനെയാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടിലുള്ള ഒരു കുടുംബമാണെങ്കിൽ ആ ചടങ്ങ് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും അതങ്ങ് നടത്തി കളയാമെന്ന്. അപ്പോൾ അങ്ങനെ 3 വീടുകളുടെ കീ ഹാൻഡ് ഓവറാണ് നാളെ നടക്കാൻ പോകുന്നത്. നാളെ വൈകുന്നേരം 6 മണിക്കാണ്. നിങ്ങളെല്ലാവരും എത്തിച്ചേരണം. ബഹുമാന്യനായ MLA ശ്രീ പ്രേംകുമാറാണ് കീ ഹാൻഡ് ഓവർ നടത്തുന്നത്. പിന്നെ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ ലാൽ ജോസും പിന്നെ ബാബുവേടനും മറ്റ് വ്യക്തികളും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ അറിയിക്കുന്നു. അത് സിനിമാ സംവിധായകൻ ലാൽ ജോസ്, അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ഒറ്റപ്പാലത്തെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, സന്തോഷ് കൈറാട്ട്, K ഗോപിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുമരംപുത്തൂർ പഞ്ചായത്തിലെ ചങ്ങലേരി ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരണത്തിന് വഴിയൊരുങ്ങി. ആവശ്യമായ തുക നേരത്തെ അനുവദിച്ചിരുന്നതാണെങ്കിലും ടെൻഡർ നടപടികൾ പൂർത്തിയായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ടെൻഡർ കഴിഞ്ഞു. കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങി 3 വർഷമായിട്ടും നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. ജൂണിൽ ഇക്കാര്യം മലബാർ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ടെൻഡർ നടത്തിയത്. 20 ലക്ഷം രൂപയാണ് പൂർത്തീകരണത്തിന് അനുവദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ ചെലവിലാണ് ചങ്ങലേരി 2-ാം മൈലിൽ 2 നില കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറവടൻ 3 വർഷത്തെ പദ്ധതി തുക വകയിരുത്തിയിരുന്നു. 2 വർഷങ്ങളിലെ പദ്ധതി തുക ഉപയോഗപ്പെടുത്തി 25 ലക്ഷം രൂപയുടെ നിർമ്മാണം പൂർത്തിയാക്കി. ഇനി തേപ്പ്, നിലം ടൈൽ പതിക്കൽ, ജനൽ, വാതിൽ എന്നിവ സ്ഥാപിക്കൽ തുടങ്ങി പൂർത്തീകരണ ജോലിയാണ് ബാക്കിയുള്ളത്. കുമരംപുത്തൂർ പഞ്ചായത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്ന ചങ്ങലേരി, മോദിക്കൽ, പറമ്പുള്ളി, കൂനിവരുമ്പ്, വേണ്ടാംകുറിശി, ഞെട്ടരക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് പേർക്ക് ആശ്രയമാകുന്നതാണ് ആരോഗ്യ ഉപകേന്ദ്രം. നിലവിൽ ഈ പ്രദേശത്ത് വേറെ ആരോഗ്യ കേന്ദ്രങ്ങളില്ല. പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്താൻ മണ്ണാർക്കാട് വഴി ചുറ്റിത്തുറിഞ്ഞ് കുമരംപുത്തൂർ നെച്ചുള്ളിയിലെത്തണം. കുമരംപുത്തൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലാണ് ചങ്ങലേരി ഉപകേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഈ മേഖലയിലെ ഗർഭിണികൾ, കുട്ടികൾ എന്നിവർക്ക് ആവശ്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, വിവിധ വാക്സിനുകൾ, പോഷകാഹാരങ്ങൾ, പ്രതിരോധ മരുന്നുകൾ തുടങ്ങി കേന്ദ്രത്തിലെ നഴ്സ് വഴി വിതരണം ചെയ്യും. ആഴ്ചയിൽ 1 ദിവസം ഡോക്ടറുടെ സേവനവും ലഭ്യമാക്കും. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്ന പ്രവൃത്തികൾ തുടങ്ങി. നവീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം താലൂക്ക് വികസന സമിതിയിൽ MLA ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രവൃത്തികളുമായി KCB രംഗത്തിറങ്ങിയത്. നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി കുളപ്പള്ളി പാതയിലെ പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. തിങ്കളാഴ്ച രാവിലെയാണ് ക്രെയിനിന്റെ സഹായത്തോടെ പാതയോരത്തെ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചത്. നിലവിൽ പട്ടാമ്പി കൂൾ സിറ്റി മുതൽ അലക്സ് വരെയുള്ള പോസ്റ്റുകളാണ് മാറ്റിസ്ഥാപിക്കുക. പോലീസും ഗതാഗത നിയന്ത്രണത്തിനായി ഒപ്പമുണ്ട്. പഴയ പോസ്റ്റുകൾ എടുത്തുമാറ്റി പുതിയവയും സ്ഥാപിച്ചു വരുന്നുണ്ട്. പോസ്റ്റുകൾ മാറ്റാത്തതും വാട്ടർ അതോറിറ്റി പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാത്തതുമാണ് പട്ടാമ്പി കുളപ്പള്ളി IPT റോഡിന്റെ പ്രവൃത്തികൾ മുടങ്ങാൻ കാരണമെന്ന് മുഹമ്മദ് മോസിൻ MLA കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. രൂക്ഷമായ ഭാഷയിൽ MLA ഇരു വകുപ്പുകൾക്കുമെതിരെ നിലപാടെടുക്കുകയും ചെയ്തു. കടുത്ത ഭാഷയിൽ MLA നിലപാടെടുത്തതോടെയാണ് തിങ്കളാഴ്ച മുതൽ KCB പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചത്. പോസ്റ്റിൽ സ്ഥാപിച്ച കേബിളുകളും മറ്റും ഇതോടൊപ്പം മാറ്റിസ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ജീവനക്കാരെ എത്തിച്ച് വേഗത്തിൽ പോസ്റ്റുകൾ നീക്കം ചെയ്യാനാണ് KCBയുടെ തീരുമാനം. അതേസമയം കുടിവെള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ഇതുവരെ വാട്ടർ അതോറിറ്റി തുടങ്ങിയിട്ടില്ല.
ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ അക്ഷരശ്രീ ALP സ്കൂളിൽ സുദിനം 2025 ആഘോഷിച്ചു. വിദ്യാലയത്തിൻ്റെ വ്യത്യസ്ത മികവുകൾക്കുള്ള അനുമോദന ചടങ്ങുകളാണ് സുദിനത്തിൽ നടന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം K. ശ്രീധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിലെ 2024-2025 വർഷത്തെ LSS വിജയികൾക്കും പൂർവ്വ വിദ്യാർത്ഥികളായ SSLC വിജയികൾക്കും സ്കൂളിൽ നടന്ന അമ്മമാരുടെ കഥ പറയൽ മത്സരത്തിലെ വിജയികൾക്കുമുള്ള അനുമോദനമാണ് സുദിനം പരിപാടിയിൽ നടന്നത്. LSS വിജയികളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഈ വിദ്യാലയത്തിൽ നിന്ന് 4ാം തരം വരെ പഠിച്ച് SSLCയിൽ മികച്ച വിജയം നേടിയിട്ടുള്ള കൂട്ടുകാരെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങുകൂടെ നടക്കുകയാണ്. SSLC +2 LSS USS ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ധാരാളം അനുമോദന പരിപാടികൾ നടക്കുകയാണ്. ഈ വിദ്യാലയത്തിൽ നടക്കുന്ന പ്രവർത്തനം ഈ വിദ്യാലയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഈ വർഷത്തെ അക്കാദമിക മാസ്റ്റർ പ്ലാനായ പുതുവട്ടം ചെർപ്പശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ E. രാജൻ K. പ്രവീതയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ഹരിദാസൻ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് M. പ്രജോഷ് അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ V. ഉണ്ണികൃഷ്ണൻ, മുൻ ഹെഡ് മാസ്റ്റർ PV ശശിധരൻ, പ്രധാനാധ്യാപിക PBG A. രോഹിണി, സെബിൻ K. ആൻഡ്രൂസ്, ശ്രീരാഗ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ശ്രീകൃഷ്ണപുരം ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നടന്നു. ശ്രീകൃഷ്ണപുരം വലമ്പിലിമംഗലം ALP സ്കൂളിൽ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി കുത്തിക്കുറി എന്ന പേരിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന കഥാ കവിതാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ചെർപ്പശ്ശേരി പ്രൊജക്ട് കോർഡിനേറ്റർ NP പ്രിയേഷ് ഉദ്ഘാടനം ചെയ്തു. PM നാരായണൻ, ഹരിദാസൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വലമ്പിലിമംഗലം സ്കൂളിലെ കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ LP UP ക്ലാസുകളിൽ പഠിക്കുന്ന മറ്റ് വിദ്യാലയങ്ങളിലെ കുട്ടികളും രക്ഷിതാക്കളും ഗ്രാമത്തിലെ എഴുത്തിനെയും വായനയും സ്നേഹിക്കുന്ന ആളുകളും ക്യാമ്പിൽ പങ്കെടുത്തു. എഴുത്തും വായനയും കുറഞ്ഞുവരുന്ന ഈ കാലഘട്ടത്തിൽ അവയെ പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികളിലേക്ക് അതിൻ്റെ വിശാലമായ ലോകം തുറന്നിടുകയും ചെയ്യുക എന്നതായിരുന്നു ക്യാമ്പിൻ്റെ ലക്ഷ്യം. ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും സഹായത്തോടുകൂടി നമ്മൾ പറഞ്ഞു റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ച എന്താ കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാർ പഠിക്കുന്ന പ്രായമായില്ലേ? വിമാനം കണ്ടുപിടിച്ചു അല്ലേ? അപ്പൊ നോക്കൂ, ഭാവനയിൽ നിന്നാണ് മനുഷ്യൻ എല്ലാ കണ്ടെത്തലുകളും ഉണ്ടാക്കിയത്. അതുപോലെ നേരത്തെ പറഞ്ഞു നമ്മുടെ എല്ലാ സാഹസികതകളും ഉണ്ടായത്. നമ്മൾ ഈ സമുദ്രം, ഈ ഭൂമി മുഴുവൻ വലം വെക്കണമെന്ന് നമ്മുടെ മലയാളിയായ ഒരു സൈനികൻ തീരുമാനിച്ചു. അദ്ദേഹം പായ്ക്കപ്പലിലൂടെ ലോകം മുഴുവൻ സഞ്ചരിച്ചു. അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഗംഭീരമായ കരുത്തെന്താ? അദ്ദേഹത്തിന്റെ ഈ ഭാവന എന്ന് പറയുന്ന അല്ലെ, ഈ കടല് താണ്ടണം എന്ന ഒരു പ്രത്യേകമായ അഭിവാഞ്ചയാണ്. ചടങ്ങിൽ ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഉഷ മുഖ്യാതിഥിയായി. ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ MSN സുധാകരൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ EN ശശി, PTA പ്രസിഡന്റ് PR സന്ദീപ്, MPTA പ്രസിഡന്റ് T സൗമ്യ, പ്രധാനാധ്യാപിക KA പവിത്രേശ്വരി, ബിനി PP എന്നിവർ സംസാരിച്ചു. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വെട്ടത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പരിധിയിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ബാങ്ക് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ N. ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിലും മറ്റ് പൊതുപരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വർഷം തോറും ബാങ്ക് ആദരിച്ചു വരാറുണ്ട്. ഇത്തവണയും പതിവ് തെറ്റിയില്ല. സമ്പൂർണ്ണ A+ നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും സമ്മാനം നൽകി ആദരിച്ചു. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഹരിതകർമ്മസേന അംഗങ്ങളെയും ആദരിച്ചു. വിജയകുമാരി, പാത്തുമ്മക്കുട്ടി.
ബാങ്ക് പ്രസിഡന്റ് എം സൈദലവി മാസ്റ്റർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മത്തുന്നീസ താമരത്ത്, KM ഉബൈദ്, മജീദ് പുത്തങ്കോട്ട്, KE ഹംസ, MK സത്താർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബോസ്, TP ജോസഫ്, ബാങ്ക് സെക്രട്ടറി മൂളമ്മ തങ്കച്ചൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KT ഷിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിൻ്റേത് തൊഴിലാളി കർഷക ജനദ്രോഹ നയങ്ങളാണെന്ന് ആരോപിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ചെർപ്പശ്ശേരി ടൗണിൽ പ്രതിഷേധ റാലി നടത്തി. ഏരിയ സെക്രട്ടറി VP ഷമീജ്, നേതാക്കളായ M സിജു, ബബിത തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിപ പാലക്കാട് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. നിപ വ്യാപനം ഒഴിവാക്കാനുള്ള കർശന നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി. കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട തച്ചനാട്ടുകരയിലെ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുന്നു. BJPയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രികളിലേക്ക് മാർച്ച്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മന്ത്രി തകർത്തെന്ന് നേതാക്കൾ. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെയും മാർച്ച്. പുതിയ ഗതാഗത പരിഷ്കാരം നടപ്പാക്കിയിട്ടും അങ്ങാടിപ്പുറം കുരുക്കിൽ തന്നെ. തിങ്കളാഴ്ചയും അനുഭവപ്പെട്ടത് വാഹനങ്ങളുടെ നീണ്ട നിര. ബസ്സുകളും ഭാരവാഹനങ്ങളും വരുന്നതോടെ കുരുക്കിന് അയവുണ്ടാകില്ലെന്ന് ആളുകൾ. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും അപകടാവസ്ഥയെന്ന് നജീബ് കാന്തപുരം MLA. ആശുപത്രിയിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്ന് MLA. അപകടാവസ്ഥയിലുള്ള കാഷ്വാലിറ്റി കെട്ടിടത്തിൽ നിന്നും രോഗികളെ മാറ്റണം. MLA ആശുപത്രി സന്ദർശിച്ചു. ചെർപ്പശ്ശേരി നഗരസഭയിലെ അങ്കണവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റിൽ ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണം. ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവർ ശ്രീകൃഷ്ണപുരത്ത് CDPOയ്ക്ക് മുമ്പാകെ എത്തി പ്രതിഷേധിച്ചു. CPMകാരെയും അടുപ്പക്കാരെയും മാത്രമാണ് തിരഞ്ഞെടുത്തതെന്ന് കോൺഗ്രസ്. പുലിപ്പേടി മാറാതെ പെരിന്തൽമണ്ണ മണ്ണാർമല. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ ഒരാഴ്ചക്കിടെ പുലിയെ കണ്ടത് 3 തവണ. പുലിയെ പിടികൂടാൻ ചൊവ്വാഴ്ച കൂട് സ്ഥാപിക്കും. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വനം മന്ത്രിക്ക് കത്തയച്ച് നജീബ് കാന്തപുരം MLA. കാഞ്ഞിരപ്പുഴ പായപ്പുല്ലിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.